ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 മലയാളത്തില് ടിക്കറ്റ് ഫിനാലെ ടാസ്കുകൾ ഇന്ന് അവസാനിക്കുകയാണ്. നിലവിൽ അത് ഇന്നലെ തന്നെ അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അതിന് ഇന്നാണ് നമുക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പോയിന്റുകളുമായിട്ട് അഭിഷേക് എസ് ടിക്കറ്റ് ഫിനാലെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അഭിഷേക് എസ് 2-3 ടാസ്കുകൾ സ്വന്തം അധ്വാനം കൊണ്ട് തന്നെ അദ്ദേഹം ജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷനിലൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അഭിഷേകിന് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. അതുപോലെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പായിട്ടോ അല്ലാതെ കളിക്കേണ്ട കാര്യങ്ങളും ഉണ്ട്, അത് ഗ്രൂപ്പായിട്ട് തന്നെ കളിച്ചു. ഇപ്പൊ സീക്രട്ട് ഏജന്റ് ഒരു അഭിഷേക് ഏജന്റായിട്ട് മാറി, അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ കഴിഞ്ഞ വട്ടം നാദറയ്ക്ക് കിട്ടിയപ്പോഴും അതിനു മുമ്പ് നമ്മുടെ ദിൽഷയ്ക്ക് കിട്ടിയപ്പോഴും ഒക്കെ കിട്ടിയ ഒരു ഇമ്പാക്റ്റ് അഭിഷേകിന് കിട്ടിയ ടിക്കറ്റ് ഫിനാലെ കാണാൻ കഴിയുന്നില്ല. കാരണം പലരുടെയും സഹായം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കത് കാണാൻ സാധിക്കാഞ്ഞത്. അപ്പോൾ അഭിഷേക് ടിക്കറ്റ് ഫിനാലെ കിട്ടി ടോപ്പ് 5 അല്ലെങ്കിൽ ഫിനാലെ എപ്പിസോഡിലേക്ക് ഡയറക്റ്റ് കയറിയിരിക്കുകയാണ്. ഇനി ടോപ്പ് 6ഉം ടോപ്പ് 7ഉം ആണെന്നൊക്കെ പറയുന്നു. അപ്പൊ അതിലൊരാളായിട്ട് അഭിഷേക് എസിന് മാറാൻ സാധിച്ചു. ഇനി ബാക്കിയുള്ളവർ തമ്മിലാണ് മത്സരം. ഈ വട്ടത്തെ എവിക്ഷനിലെ ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ നോറയും നന്ദനയുമാണ് ഔട്ടാവാൻ സാധ്യത കൂടുതലും. സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ നന്ദന ആയിരിക്കും ഔട്ടാവുന്നത്. എന്തായാലും 9 പേര് വരും. അതിനുശേഷം അടുത്ത ആഴ്ച ചിലപ്പോൾ ഒരു മിഡ് വീക്ക് എവിക്ഷനും ഒരു നോർമൽ എവിക്ഷനും ഉണ്ടാവും. അന്നേരം 7 ആവും. അത് കഴിഞ്ഞിട്ട് മണി ബോക്സിലേക്ക് വരും. മണി ബോക്സിലാണ് വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത്. അത് എന്താണെന്ന് ഇതുവരെ റിവീൽ ആയിട്ടില്ല. പക്ഷെ മണി ബോക്സിൽ വലിയൊരു ട്വിസ്റ്റ് ബിഗ് ബോസ് ഒളിപ്പിച്ചു വെക്കുന്നു. മണി ബോക്സ് എടുക്കാൻ സാധ്യതയുള്ള ചില ആളുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഒന്ന് അർജുനാണ്, മറ്റൊന്ന് ശ്രീതു. മണി ബോക്സ് വീക്ക് വരെ എത്തുകയാണെങ്കിൽ ചിലപ്പോൾ ശ്രീതു മണി ബോക്സ് എടുത്തേക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളിത് പരിശോധിക്കുമ്പോൾ അതിനു മുമ്പ് സായി ചിലപ്പോൾ ഈ മണി വീക്കിന് മുമ്പുള്ള എപ്പിസോഡിൽ എവിക്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ സായിയും മണി ബോക്സ് എടുത്തേക്കാം. ഇതിലൊരു സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു കാര്യം, സായി ഉണ്ടെങ്കിൽ സായി, അല്ലെങ്കിൽ അർജുൻ, അല്ലെങ്കിൽ ശ്രീതു, ഈ 3 പേരിൽ ഒരാൾ മണി ബോക്സ് എടുത്ത് പോകാനുള്ള സാധ്യത വലുതായിട്ട് തന്നെ പറയപ്പെടുന്നുണ്ട്. ഇതിന്റെ കാര്യം നമ്മൾ ടോപ്പ് 5 നമുക്കിപ്പോ തന്നെ പ്രേക്ഷക പിന്തുണയൊക്കെ നമ്മൾ കുറെ മനസ്സിലാക്കിയത് വെച്ചിട്ടാണെങ്കിൽ ജാസ്മിനും ജിൻഡോയും ആയിരിക്കും 1ഉം 2ഉം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം. അതുപോലെ തന്നെ 3ഉം 4ഉം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം അഭിഷേകും അർജുനും തമ്മിലായിരിക്കും. 5ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം ഋഷിയും സിജോയും തമ്മിലായിരിക്കും. ഇതാണ് നിലവിലെ ഒരു സാധ്യത. ഈ 6 പേര് തമ്മിലായിരിക്കും ടോപ്പ് 6ലേക്കുള്ള മത്സരം നമുക്ക് ഉറപ്പിക്കാം. 7ാമതായിട്ട് ഒരുപക്ഷെ സായി അല്ലെങ്കിൽ ശ്രീതു, ഈ 2ൽ ഒരാളായിരിക്കും ടോപ്പ് 7 ഉണ്ടെങ്കിൽ വരിക. ഇനിയിപ്പോൾ മറ്റൊരു സാധ്യത കൂടി നമ്മൾ പരിശോധിച്ചാൽ, ഈ ആഴ്ച നന്ദന പോയി, അടുത്ത ആഴ്ച നോറ പോയി, അതിനുശേഷം ഒരു മിഡ് വീക്ക് എവിക്ഷൻ വരികയാണെങ്കിൽ സായി ഓ ശ്രീതു പോകും. അതിനുശേഷം 7 പേരാവും. സായിക്കോ ശ്രീധുവിനോ ആണ് ആ 7ൽ ഒരാളാവാനുള്ള സാധ്യത. അവിടെയാണ് മണി ബോക്സ് വരുന്നത്. മണി ബോക്സ് വരുമ്പോൾ ഉണ്ടായേക്കാവുന്ന സാധ്യതകൾ: ജിൻഡോ, ജാസ്മിൻ, അഭിഷേക്, സിജോ, ഋഷി, സായി ഓർ ശ്രീധു, ഇവര് എത്രയും പേരായിരിക്കും ഉണ്ടാവാനുള്ള സാധ്യത. മറ്റാരും കാണില്ല. അപ്പൊ അതിൽ നിന്ന് മണി ബോക്സ് എടുക്കാനുള്ള സാധ്യതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ശ്രീധുവിനും അർജുന്റെ പേര് ഞാൻ മിക്സ് ആക്കി കേട്ടോ. അർജുൻ ഈ ടോപ്പ് ആദ്യത്തെ ഇതിൽ തന്നെ വരും. നമ്മൾ പറഞ്ഞപ്പോൾ അർജുന്റെ പേര് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അർജുനും ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഈ 8 പേരിൽ നിന്ന് ഒരാള് എവിക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സായിയോ സീതു എവിക്റ്റ് ആവുകയാണെങ്കിൽ, അവർ 2 പേരും എവിക്റ്റ് ആയാൽ തന്നെ അർജുനോട് വരുമ്പോൾ ടോപ്പ് 7 ആണ് വരാൻ പോകുന്നത്. അപ്പോൾ 7ൽ നിന്ന് ഒരാളായിരിക്കും മണി ബോക്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മണി ബോക്സ് എടുക്കാൻ കൂടുതൽ സാധ്യത ശ്രീധുവിനും അർജുനും, അതുപോലെ തന്നെ സായി ശ്രീധു ഉണ്ടെങ്കിൽ അവരിൽ ഒരാൾ, അതല്ലെങ്കിൽ ഋഷിക്കും ഒക്കെയാണ് മണി ബോക്സ് എടുക്കാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ എന്തോ ഒരു ട്വിസ്റ്റ് ബിഗ് ബോസ് അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് മണി ബോക്സ് വീക്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഞാൻ ഒന്നുകൂടെ പറയാം, മണി ബോക്സ് അർജുനോ ശ്രീധോ സായി ഉണ്ടെങ്കിൽ ഇവരിൽ ഒരാൾ, അല്ലെങ്കിൽ ഋഷി എടുക്കാനുള്ള സാധ്യത വളരെ വലുതായിട്ട് തന്നെ കാണുന്നു. എന്തായാലും അഭിഷേക് ശ്രീകുമാർ ഡയറക്റ്റ് ആയിട്ട് ഫൈനാലെ വീക്കിലേക്ക് സെലക്ട് ആയിരിക്കുകയാണ്. ഈ ആഴ്ച നന്ദനയും അതുപോലെ തന്നെ നോറയും എവിക്റ്റ് ആവാനാണ് സാധ്യത. മറ്റ് ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് കാണാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് രേഖപ്പെടുത്തുക.